പ്രശാന്തേട്ട, അമേരിക്കയിലെ വളരെ പ്രശസ്തമായ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിന് അത്രയേറെ പ്രിയപ്പെട്ട ആരാധനാലയമാണ് സ്വാമിനാരായൺ ക്ഷേത്രം. ഈ സ്വാമിനാരായൺ ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടു, ആക്രമിച്ചു. അപ്പോൾ അതിൽ വ്യാപകമായ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. അതിൽ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ US പോലീസിനോട് നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഈ ഖലിസ്ഥാൻ തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ നേതാവുണ്ട്, അദ്ദേഹം പന്നൂൻ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ US-ലെയും കാനഡയിലെയൊക്കെ ക്ഷേത്രങ്ങൾ, ഇന്ത്യൻ ക്ഷേത്രങ്ങൾ നശിപ്പിക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടത്. അപ്പോൾ അവിടുത്തെ ഹിന്ദുക്കളെയും ഇന്ത്യൻ സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ട് ഞങ്ങൾ ആക്രമിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷനും US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ഇത് അന്വേഷിക്കണം, വ്യാപകമായ പ്രതിഷേധമാണ്. അപ്പോൾ ഏത് തരത്തിലാണ് പെട്ടെന്നൊരു അറ്റാക്ക് US-ലെ ഈ ക്ഷേത്രത്തിനെതിരെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്കങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാവുന്നത് ആണോ? നിസ്സാരമായിട്ട് തള്ളിക്കളയാവുന്നതല്ല. ഇതിനകത്ത് ഈ ആക്രമണത്തിന് ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നും അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമേരിക്കയിലാണ് നടന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒരു മുസ്ലിം മതരാഷ്ട്രത്തിൽ സാധാരണ ഹിന്ദു ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുക്കളോടൊക്കെ അക്രമം നടക്കാറുണ്ട്, അത് ചർച്ച ചെയ്യാറുണ്ട്, അത് സംഭവിക്കാറുണ്ട്. പക്ഷേ ലോകത്തിൻ്റെ പോലീസായിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള എന്നൊക്കെ പറയുന്ന പോലീസ് അമേരിക്കൻ പോലീസാണ്. ലോകത്തിൻ്റെ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റാണ്. ഞങ്ങളാണ് ലോകത്തെല്ലാം ജനാധിപത്യ സംവിധാനം കൊണ്ടുപോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ലോക സമാധാനത്തിന് വേണ്ടിയുള്ള പണികൾ യുദ്ധത്തിൻ്റെ രീതിയിലായാലും വാചകത്തിൻ്റെ രീതിയിലായാലും ഏത് പ്രവർത്തനമൊക്കെ വരുത്താമോ അതേ രീതിയിലൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന അമേരിക്കയിൽ ഇത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ സംഭവിക്കാത്ത കാര്യം അമേരിക്കയിൽ സംഭവിപ്പിച്ച് കാണിക്കുക. ഇന്ത്യയിൽ ഒരു ഖാലിസ്ഥാനിക്ക് ഇവിടെ വന്ന് ഒരു ക്ഷേത്രത്തെ ആക്രമിക്കാൻ കഴിയാത്ത രീതിയിൽ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് കഴിയുന്നു. പക്ഷേ ഇവിടെ ഇന്ത്യക്ക് ഏതെങ്കിലും അവസരത്തിൽ ഒരു തട്ടുകൊടുക്കാൻ പ്രാപ്തമാക്കി നിർത്തിയേക്കുന്ന തീവ്രവാദികളെ സംരക്ഷിക്കുന്ന അമേരിക്കയിൽ അതിനുകൂടിയുള്ള അവസരം ഉണ്ടാക്കി എന്ന് വേണം പറയാൻ. അപ്പൊ ഇപ്പൊ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അവിടെ പോയായിരുന്നല്ലോ, അമേരിക്ക പോയി. അദ്ദേഹം ചില യൂണിവേഴ്സിറ്റികളിൽ സംസാരിച്ചു, ചില നമ്മുടെ അമേരിക്കൻ വംശപരമായിട്ടും ഇന്ത്യൻ വംശപരമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഇല്ലാത്ത ഒരു വിഷയം അവിടെ ഉരുത്തിരിച്ചിട്ടാണ് അദ്ദേഹം വന്നത്. ഇല്ലാത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ സിഖുകാരനായിട്ടുള്ള ഒരു ഇന്ത്യൻ വംശജനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പേരെടുത്ത് വിളിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം എൻ്റെ രാജ്യത്ത് കിട്ടുന്നില്ല, സിഖുകാരന് അവന്റെ ഗുരുദ്വാരയിൽ പോകാൻ ഒക്കുന്നില്ല, അവന്റെ തലപ്പാവ് ധരിക്കാൻ ഒക്കുന്നില്ല. ഇത്തരത്തിൽ കള്ളത്തരങ്ങൾ പറഞ്ഞപ്പോൾ പന്നു എന്ന് പറയുന്ന അമേരിക്കയുടെ സഹായത്തോടു കൂടി അവിടെ നിൽക്കുന്ന നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഖാലിസ്ഥാൻ വാദിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? അതിനകത്തുനിന്നൊക്കെ ഒത്തിരി വായിച്ചെടുക്കാറുണ്ട്. ഈ ഖാലിസ്ഥാൻ വാദികൾക്ക് ഇത്രയും സ്വതന്ത്രമായിട്ട് അമേരിക്കയിൽ വിഹരിക്കാൻ സാധിക്കുന്നു. നമ്മൾ ആവശ്യപ്പെട്ടിട്ട് പോലും അവരെ തരാതിരിക്കുന്നു. അവരുടെ കുഴപ്പങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ട് പോലും അമേരിക്ക അവരെ തിരിച്ചു തരാതെ ഇവിടെ കലാപങ്ങൾ ഉണ്ടാക്കുന്നതിന്, കോപ്പ് കൂട്ടുന്നതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. അമേരിക്ക ഒത്തിരി മാറി. അമേരിക്കക്ക് ഈ പണി പണ്ട് പതുക്കെ അല്ലെങ്കിൽ പമ്മിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന പണികൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിസ്റ്റുകളെയും തീവ്രവാദികളെയും കൃത്യമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് സംവിധാനം അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്നു. ബൈഡന്റെ കാര്യം തന്നെ പറഞ്ഞത്, ബൈഡന്റെ പാർട്ടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം അമേരിക്കയിലാ, പാകിസ്ഥാനിലല്ല തെരഞ്ഞെടുപ്പ് നടന്നത്, 2 വട്ടമാണ് ഒരു സ്ഥാനാർത്ഥിക്ക് നേരെ വധശ്രമം ഉണ്ടാവുന്നത്. ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിട്ട് ഏറ്റവും വലിയ രഹസ്യാന്വേഷണ വിഭാഗവും ഏറ്റവും വലിയ സംവിധാനങ്ങളും ഉള്ള ഒരു രാജ്യത്ത് അവിടുത്തെ മുൻ പ്രസിഡന്റായിട്ട് 4 കൊല്ലം ഇരുന്ന ഒരു മനുഷ്യൻ ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ 2 വട്ടം വധശ്രമം ഉണ്ടാവുന്നു. 2 വട്ടം അയാൾ രക്ഷപ്പെട്ടു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകുന്ന സുരക്ഷാ പടന്മാർ, അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്യൂരിറ്റി ഗാർഡ്. ഞാനൊരു കാര്യം ചോദിച്ചിട്ടോ ജോണി, ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ ഇന്ത്യയിൽ. ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇവിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനും ഇവിടുത്തെ BJP നേതാക്കന്മാരെ അല്ലെങ്കിൽ മത നേതാക്കന്മാരെയൊക്കെ വധിക്കുന്നതിന് വേണ്ടി ഇവിടെ പാകിസ്ഥാനി തീവ്രവാദികൾ കയറിയായിരുന്നല്ലോ. അവരാണല്ലോ ഇപ്പം കാശ്മീരിൽ ഇവിടെ എന്തെങ്കിലും നടന്നോ? ഇതിനെക്കാട്ടിലൊക്കെ വലിയ അതിനപ്പുറമാണെന്നാണല്ലോ അമേരിക്ക പറയുന്നത്. അപ്പൊ അമേരിക്ക ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി ആ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ തീവ്രവാദികൾ സ്വാധീനം ഉറപ്പിക്കുന്ന ഒരു രാജ്യമായിട്ട് മാറി. ഇത് അമേരിക്ക വലിയ അപകടം ചെയ്യും. ഇവിടെ ഇപ്പൊ ഞാനീ പറഞ്ഞ 1984 നമ്മുടെ ബഹുമാനായ ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷമാണ് സിഖ് കലാപം ഉണ്ടാകുന്നത്. സിഖ് കലാപം 84 ഉണ്ടാകുമ്പോൾ ഏതാണ് 3000-ഓളം സിഖുകാരെ ദാരുണമായിട്ട് കൊന്നുകളഞ്ഞു.
ഈ സിഖ് കലാപം ഉണ്ടാവുന്നതിന് കാരണവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ സിഖുകാരെ ഇത്തരത്തിൽ തീവ്രവാദികളായിട്ട് സൃഷ്ടിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ പ്രധാനമന്ത്രി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധിയാണ്. അപ്പൊ ഈ നമ്മുടെ ബിദ്രൻപാല അന്ന് ഉണ്ടായതാണ്. ബിദ്രൻപാലയെ കൊണ്ടുവന്ന് അന്ന് അവിടെ ഇവർ കോൺഗ്രസിന് സ്വാധീനമില്ലാത്ത പഞ്ചാബിൽ സ്വാധീനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാർട്ടിയെ കൊണ്ടുവന്ന് അന്നത്തെ വേറെ എനിക്കൊന്ന് പഞ്ചാബിലുണ്ടായിരുന്ന കോൺഗ്രസിന് ബദലായിട്ടുള്ള പാർട്ടി ഉണ്ട്, ഞാൻ ഓർക്കുന്നില്ല, ആ പാർട്ടിക്ക് ബദലായിട്ട് അകാലിദളിനെ പൊളിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അവസാനം ബിദ്രൻപാല കയറി വളർന്നു. ബിദ്രൻപാല ഇന്ത്യക്കപ്പുറം വളർന്നെന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ചു, ഇന്ത്യയെ വെല്ലുവിളിച്ചു, പഞ്ചാബ് കേന്ദ്രമായിട്ട് രാജ്യം വേണമെന്ന് തീരുമാനമായി. അതൊക്കെ ഇതിലെന്ന് ഇന്ദിരാഗാന്ധി നമ്മൾ ഈ പറയുന്ന പോലെ നരേന്ദ്രമോദിയുടെ കൂട്ട് രാഷ്ട്രീയപരമായിട്ട് ചില തീരുമാനങ്ങളെടുക്കും, ബലിഷ്ഠമായിട്ട് തീരുമാനമെടുക്കുന്ന അല്ലെങ്കിൽ കരുത്തയായ ഇന്ത്യക്ക് വേണ്ടി ഇരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു. അവരെ അവസാനം വധിച്ചു. അതിന് അമേരിക്കയുടെ സപ്പോർട്ട് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നമുക്കതിനകത്ത് വ്യക്തമായ തെളിവുകളില്ലല്ലോ. ആ ആരോപണം ഇപ്പോഴും നിൽക്കുകയാണ്. അന്ന് വളർന്നു വന്ന ബിദ്രൻപാല, അതിന്റെ കെയർ ഓഫിലുണ്ടായ ഈ ഖാലിസ്ഥാൻ വാദം, ആ ഖാലിസ്ഥാൻ വാദം ഇന്നും നിലനിൽക്കുകയാണ്. അന്നുണ്ടായ ഹിന്ദു വിരോധം അതുവരെ ഈ ഹിന്ദുക്കളോട് വിരോധമില്ലായിരുന്നു. ഹിന്ദുക്കളോട് ചേർന്ന് നിൽക്കുന്ന ഈ സിഖുകാരുടെ ഒരു ഹിന്ദുക്കൾക്ക് വേണ്ടിയായിരുന്നു അവർ നിന്നിരുന്നത്. അവർ സംരക്ഷിച്ചിരുന്നു ഹിന്ദുക്കളെ. അതിനുശേഷം ആ ഒരു പക, അവരുടെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനോട് കൂടി ഉണ്ടായ പകയാണ് ഹിന്ദുക്കളോടുള്ള പക. ആ പകയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ആ പക ഇന്ത്യയിൽ നടപ്പാക്കാൻ പറ്റാത്തതിന് അതിന് അമേരിക്കയിൽ നടപ്പാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു പറഞ്ഞാൽ, അമേരിക്കയിൽ അങ്ങനെ നിസ്സാരമായിട്ട് ഒരു കാര്യം നടത്തിപ്പോകാൻ പറ്റുന്ന ഒരു രാജ്യമാണെന്നൊന്നും ആരും വിശ്വസിക്കത്തില്ല. ഏത് കാര്യം ഒരു ഈച്ച അനങ്ങുന്നത് പോലും അറിയാൻ കെൽപ്പുള്ള, ലോകത്ത് വരെ ഈച്ച അനങ്ങുന്ന അറിയാൻ കെൽപ്പുള്ള രഹസ്യാന്വേഷണ സംവിധാനവും ഇന്റലിജൻസ് സംവിധാനമുള്ള അമേരിക്കയാണ്. ആ അമേരിക്കയിൽ ഇത്തരത്തിലുള്ള ആക്രമണം നടക്കും. അപ്പൊ ആ ആക്രമണം നടന്നോട്ടെ എന്ന് വിചാരിക്കുന്നതാണ്. കണ്ണടച്ചു കൊടുക്കും. തീർച്ചയായിട്ടും നമുക്ക് ഇവിടുത്തെ തെരഞ്ഞെടുപ്പും കൂടെ ഏതെങ്കിലും ഒരു ആളുകൾ പിന്നെ ഇന്ത്യൻ സമൂഹത്തിനെ ആക്രമിച്ചാൽ ആ വോട്ടുകൾ എതിരായി ഞങ്ങൾക്ക് വരും എന്ന് ചിന്തിക്കുന്ന ആളുകളും അങ്ങനെ ചിന്തിക്കാം. ഇന്ത്യ സമൂഹത്തെ ആക്രമിച്ചാൽ, അല്ലെങ്കിൽ ഈ ആക്രമണം കൊണ്ട് വേറെ ചില ഇനി ഏതെങ്കിലും ഒരു ഘടകത്തിന്റെ വോട്ട് ഈ ആക്രമണത്തിന് താല്പര്യപ്പെടുന്നവർ കിട്ടുമോ? രാഷ്ട്രീയമാണല്ലോ, കാൽക്കുലേഷൻ ആണല്ലോ. നമുക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനൊക്കത്തില്ല. അതിനകത്ത് ഇന്ത്യൻ വംശജരെന്ന് പറഞ്ഞാൽ ഖാലിസ്ഥാൻവാദികളാണ് അവിടെ ഇന്ത്യൻ വംശജർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സിഖ് കൂടുതലുണ്ടെങ്കിലോ അല്ലേ പറയാം. ഞാൻ ഉദാഹരണം പറയാം. അപ്പം ഏത് രീതിയിലാണ് അതിന്റെ രാഷ്ട്രീയ ലാഭം എന്നുള്ളതിനെ പറ്റി ഒന്നും അറിയില്ല. ഈ രാഷ്ട്രീയ ലാഭത്തിനപ്പുറം അവിടെ ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഹിന്ദുവിനെതിരെ ഉരുത്തിരിയാനൊരു സംവിധാനം അവിടെ ഉണ്ടാവും. അമേരിക്കയിലുണ്ടാകുന്നത്, ഒരു അഫ്ഗാനിസ്ഥാനിലല്ല ഉണ്ടായത്, പാകിസ്ഥാനിലല്ല ഉണ്ടായത്, ഇറാഖിലല്ല ഉണ്ടായത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ചെന്ന് വേണ്ട ഊർജം പകർന്നതിന് ശേഷം ഒരാഴ്ച കഴിയുന്നേ ഉള്ളൂ. അദ്ദേഹം ചെന്ന ഇതുപോലുള്ള തീവ്രവാദികളെ മൊത്തം പ്രൊമോട്ട് ചെയ്യുമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ കാണുകയായിരുന്നല്ലോ. ഇതിനുവേണ്ടി അതാണ് ശരിയെന്ന് പറയുകയാണെന്നല്ലോ. ഇന്ത്യൻ മഹാരാജ്യത്ത് ജനാധിപത്യമില്ല, അല്ലെങ്കിൽ മതങ്ങൾക്ക് ആ മതത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ എല്ലാ രീതിയിലും കുഴപ്പങ്ങളാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതിന് വേണ്ടിയാണല്ലോ അദ്ദേഹം അവിടെ പോയത്. അപ്പം അതെല്ലാം ശരിവെക്കുന്ന തീവ്രവാദി ഗ്രൂപ്പിലെ ഏറ്റവും ആദ്യത്തെ നേതാവായിരുന്നു പന്നു, ഖാലിസ്ഥാൻവാദിയായിട്ടുള്ള പന്നു. ആ പന്നുവാണ് പറഞ്ഞിരുന്നത് ഞങ്ങൾ ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കും, പ്രത്യേകിച്ചും ഈ ക്ഷേത്രം ആക്രമിക്കും, സ്വാമിനാരായണ സ്വാമി ക്ഷേത്രം. ആ ക്ഷേത്രത്തെയാണ് ആക്രമിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? ഇവിടുന്ന് അമേരിക്കയിൽ പോയി ആ കാര്യം പറയുമ്പോൾ ആക്രമിക്കുമെന്ന് പറഞ്ഞു വെച്ചിരുന്നിടത്ത് ഒരാഴ്ചക്ക് ശേഷം ആക്രമണം നടക്കുന്നു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂടി വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്ലാൻഡ് ആണ്. ഇസ്ലാമിസ്റ്റുകളുടെ നേതാവായിട്ട് നമ്മുടെ പപ്പു വരുന്നു. ആ ഇസ്ലാമിസ്റ്റുകളെ സഹായിക്കുന്ന ഒരു ഭരണകൂടം അമേരിക്കയിൽ ഉണ്ടാകുന്നു. ആ ഇസ്ലാമിസ്റ്റുകളെ സഹായിക്കുന്ന ഒരു സംവിധാനം ലോകത്ത് മൊത്തം ഉരുത്തിരിച്ചെടുക്കുന്നതിന് വേണ്ടി അമേരിക്ക ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഈ ഭരണം തന്നെ നിലനിൽക്കണമെന്ന് അമേരിക്കയിൽ ഈ ഭരണം തന്നെ നിലനിൽക്കണം ഇസ്ലാമിസ്റ്റുകൾ വിചാരിക്കുന്നു. അതുകൊണ്ട് ട്രംപിനെ വധിക്കാൻ ശ്രമിക്കുന്നു. ട്രംപ് അങ്ങ് മരിച്ചു പോയാലും കുഴപ്പമില്ല എന്ന് അവിടുത്തെ ഭരണാധികാരികൾ വിചാരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുന്നു. കുറ്റം പറയാനൊക്കത്തില്ലല്ലോ. അല്ലെങ്കിൽ രണ്ടാമതെങ്ങനെ ആക്രമണം ഉണ്ടാവുന്നേ? ഒരു വെട്ടം അങ്ങ് സംഭവിച്ചു. പാകിസ്ഥാനി പണ്ട് പേരസൽ പൂട്ട് ഇതുപോലെ കൊന്നിട്ടുണ്ട്. അത് പാകിസ്ഥാനല്ല, ഇത് അമേരിക്കയിലാണ്. അതായത് ട്രംപ് എന്ന് പറയുന്ന ആള് വന്നാൽ ഒരു വലതുപക്ഷ സ്വാധീനം ലോകത്തുടനീളം ഉടലെടുപ്പിക്കാൻ ഒക്കുമെന്ന് ഇസ്ലാമിസ്റ്റുകൾക്കറിയാം. ജോൺ അറിയാമല്ലോ, ഇന്ന് ലോകത്തുടനീളം ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ ഓരോ രാജ്യത്തും ആ രാജ്യത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഉരുത്തിരിച്ച് പുതിയ ഭരണകൂടം കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. പല രാജ്യങ്ങളും മുസ്ലിങ്ങളെ, കുടിയേറ്റ മുസ്ലിങ്ങളെ ഇനി രാജ്യത്ത് കയറ്റേണ്ട നിയമം കൊണ്ടുവരുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. ഈ രീതിയിലുള്ള കാര്യം വരുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അമേരിക്ക പറയുന്നതിന് പണ്ടും ഇന്നും ഒരേ അർത്ഥത്തിൽ വലിയ വിലയുണ്ട്. ആ വിലയിൽ വരുന്ന ഒരാൾ,
അങ്ങനെ പറയുന്നതിന് ആക്കം കൂട്ടുന്ന അല്ലെങ്കിൽ അതാണ് വേണ്ടതെന്ന് പറയുന്ന ട്രംപ് എന്ന് പറയുന്ന ഒരാൾ വരുന്നതിന് അല്ലെങ്കിൽ അയാൾ വരണ്ടാൻ തീരുമാനിക്കുന്നതാരാ? അതെ, വരണ്ടാൻ തീരുമാനിക്കുന്നത് അവിടുത്തെ ഡീപ് സ്റ്റേറ്റ്. ആ ഡീപ് സ്റ്റേറ്റിനകത്ത് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ അതിനകത്ത് ഇസ്ലാമിക് സ്വാധീനമുണ്ട്, അതിനകത്ത് ആയുധ വ്യാപാരികളുണ്ട്. ആയുധ വ്യാപാരികൾ ഈ രീതിയിൽ ലോകത്തെ കൊണ്ടുപോയാലേ അവരുടെ വ്യവസായം കൃത്യമായിട്ട് നടക്കത്തുള്ളൂ. അപ്പോൾ ഏത് രീതിയിൽ നോക്കിയാലും ലോകത്തുടനീളം അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഡെമോക്രാറ്റ്സ് നേതൃത്വത്തിൽ ഒരു ഭരണകൂടം, അവർ ഇസ്ലാമിസ്റ്റുകളെ സഹായിക്കുന്നു, അമേരിക്കയുടെ താല്പര്യത്തിനപ്പുറം വേറെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു, അവിടെ തീവ്രവാദികൾക്ക് അഴിഞ്ഞാടാനുള്ള സംവിധാനത്തിലേക്ക് പോകുന്നു എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.